ജീവൻ്റെ നില ഒരിക്കലുണ്ടായി മറയുന്നില്ല. ഇവിടെ ഒരു തിരുശേഷിപ്പുണ്ട്, അത് കർമ്മം തന്നെയാണ്. ഭൂമിയിലെത്തി ജീവജാലങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ തന്നെയാണ് അവൻ്റെ പുനർജനിക്കുള്ള ബീജം. അനേകം ജന്മങ്ങളിലൂടെ, അനേകം ശരീരങ്ങളിലൂടെ, അനേകം ഭാവങ്ങളിലൂടെ വ്യക്തിയുടെ കർമ്മമാണ് തുടരുന്നത്. ഒരളവിൽ കർമ്മമാണ് ജന്മം. മാനവന് വിവരമുണ്ടായാൽ വരാനിരിക്കുന്ന ജന്മങ്ങളെ ശുദ്ധമാക്കിയെടുക്കാം. തൻ്റെ ജന്മങ്ങളെ പരിശുദ്ധിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായിരിക്കണം ശാസ്ത്രങ്ങൾ. മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീത, അതിലെ 2-ാം അധ്യായം സാഖ്യയോഗവും, പ്രഥമ ഭാഗം സാഖ്യസന്ദർഭവും, 2-ാം ഭാഗം യോഗസന്ദർഭവുമാണ്. അതിലെ യോഗസന്ദർഭത്തിൽ എങ്ങനെയാണ് കർമ്മയോഗം, കർമ്മയോഗത്തിൻ്റെ നിർവചനവും വിശദീകരണവുമാണ് ഈ ശ്ലോകം. യോഗസ്ഥ കുരു കർമാണി സംഗം തെക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. സമത്വത്തെയാണ് യോഗമെന്ന് പറയുന്നത്. പൂർവശ്ലോകത്തിലെ 4 സൂത്രങ്ങൾ പറഞ്ഞ് സമത്വത്തിലേക്ക് എത്തുന്നതിന് 4-ാം സൂത്രത്തെ എടുത്ത് നാം അപഗ്രഥിച്ചു വരികയാണ്. മാ കർമ്മ ഫലഹേതുർഭൂഹു. നീ കർമ്മഫലത്തിന് ഹേതുവാകരുത്. ഫല അപേക്ഷ ഇല്ലാതിരിക്കുകയാണ് സ്പഷ്ടതയാ പറഞ്ഞാൽ കർമ്മത്തിൻ്റെ സ്വഭാവം. കർമ്മഫലാപേക്ഷ ഇല്ലാതെ, കർമ്മഫലത്തിൻ്റെ ഹേതുവാകാതെ ഇരിക്കുക. അതിനെ വിശദമാക്കിക്കൊണ്ട് ഒരു തലമാണ് നാം പറഞ്ഞത്, ഈശ്വരാർപ്പണ ബുദ്ധ്യ. ഈശ്വരാർപ്പണ ബുദ്ധ്യ എന്ന് ശങ്കരൻ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈശ്വരാർപ്പണ ബുദ്ധ്യ എന്ന് പറയുമ്പോൾ ഈശ്വരാർപ്പണത്തിന് ഒരുങ്ങുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഈശ്വരന് നമ്മുടെ കർമ്മം ആവശ്യമുണ്ടോ? പരമേശ്വരന് കർമ്മത്തിൻ്റെ ആവശ്യമുണ്ടോ? ഈശ്വരാർപ്പണ ബുദ്ധ്യ എന്ന് പറഞ്ഞാൽ ബ്രഹ്മസൂത്രത്തിൽ പൂർവപക്ഷത്ത് പരമേശ്വരൻ സൃഷ്ടിരചനയെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ചിലരെ സുഖികളായി ചിലരെ ദുഃഖികളായി സൃഷ്ടിച്ചു, ചിലരെ പണക്കാരായും ചിലരെ വേലക്കാരായും സൃഷ്ടിച്ചു, എന്തുകൊണ്ട് പണ്ഡിതന്മാരായും പാമരന്മാരായും സൃഷ്ടിച്ചു, ചിലരെ സുന്ദരന്മാരായും ചിലരെ കുരൂപികളായും എന്തുകൊണ്ട് സൃഷ്ടിച്ചു? ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ വിഷമത പരമേശ്വരനിൽ എന്തുകൊണ്ടുണ്ടായി? സർവജ്ഞനും സർവവ്യാപിയും സർവശക്തനുമായ പരമേശ്വരനിൽ എന്തുകൊണ്ടാണ് ഈ ദോഷങ്ങൾ ആരോപിക്കുന്നത്? ഇത് പക്ഷപാതമല്ലേ? ഇദ്ദേഹത്തിൽ ഇതെങ്ങനെ വന്നു ചേർന്നു? വീണ്ടും ഇദ്ദേഹത്തെ ദയാലുവെന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പ്രാണികൾക്ക്, ജീവജാലങ്ങൾക്ക് ഇത്രമാത്രം ദുഃഖം എന്തുകൊണ്ട് നൽകി?
ആശുപത്രികളിലും മറ്റും ചെന്ന് നോക്കിയാൽ രോഗികൾ നിലവിളിക്കുന്നത് കാണാം. ചിലരുടെ കൈ അറ്റുപോയിരിക്കുന്നു, ചിലരുടെ തല പൊളിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ ഒരു ഹോസ്പിറ്റലിൽ എത്തി നോക്കുക. ഏതൊരു ആശുപത്രിയുടെയും ഒടിഞ്ഞ് പരിഞ്ഞ ആളുകളെ കൊണ്ടുവന്ന് കിടത്തുന്ന വാർഡിൽ, സർജറി വാർഡിൽ ചെന്ന് നോക്കുക. എന്തൊരു ദുഃഖമാണ് ആളുകൾ അനുഭവിക്കുന്നത്. വൈഷ്ണവർ പറയുന്നത് ഇതെല്ലാം ഭഗവത് ലീലയാണെന്നാണ്. ഇതെന്ത് ലീല? നമ്മുടെ പ്രാണനെടുത്താണോ ഭഗവാൻ ലീല കാണിക്കുന്നത്? ആലോചിച്ച് നോക്കേണ്ടതാണ്. പൂച്ചയ്ക്ക് വിളയാട്ടവും എലിക്ക് പ്രാണവേദനയുമെന്നതുപോലെ മനുഷ്യനെ വേദനിപ്പിച്ചാണോ ഈശ്വരൻ ലീലയാടുന്നത്? എന്ന് തന്നെയല്ല, ഭഗവാൻ ബോധമുദിക്കാത്ത കുഞ്ഞാണോ ജീവൻ കൊണ്ട് കളിക്കാൻ? കുട്ടികൾ തവളയെ കല്ലുകൊണ്ടിടിച്ചു എന്ന് വരും, തുമ്പിയുടെ പൃഷ്ഠഭാഗം പറിച്ച് പൂ വെച്ച് പറത്തിയെന്ന് വരും, ഓന്തിനെ കല്ലെറിഞ്ഞ് നടുവൊടിച്ചു എന്ന് വരും. അപ്പോഴൊക്കെ അതിൻ്റെ വേദന കണ്ട് കുട്ടികൾ ബോധമില്ലാതെ ചിരിച്ചു എന്നും വരും ചില കുട്ടികൾ. ഭഗവാനും അമ്മാതിരി ലീല നടത്തുകയും എല്ലാവരെയും സുഖികളാക്കുന്നതിന് ഭഗവാന് സാമർഥ്യമില്ലേ? എല്ലാവരെയും സുരൂപന്മാരും സുമതികളും സുബുദ്ധികളും ആക്കുന്നതിനുള്ള ശക്തി ഭഗവാനില്ലേ? ഈ വിശാല പ്രശ്നത്തിന് ഉത്തരം നൽകിക്കൊണ്ട് ഭഗവാൻ വേദവ്യാസൻ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നുണ്ട്, വൈഷമ്യ നൈർഘൃണ്യ സാപേക്ഷത്വാത്. ഭഗവാനിൽ വിഷമതയോ നിർദ്ദയതയോ ഇല്ല. എന്തുകൊണ്ട്? ഭഗവാൻ സാപേക്ഷനായാണ്. ഭഗവാനും നിരപേക്ഷനായല്ല സൃഷ്ടിരചനയെ ചെയ്യുന്നത്. സാപേക്ഷനായാണ് സൃഷ്ടി നടത്തുന്നത്. എങ്ങനെയാണോ കർമ്മം അപ്രകാരമാണ് ഫലം. അതുപോലെയാണ് സൃഷ്ടി. ഇപ്പം കർമ്മം, കർമ്മഫലം അനുയോജ്യമായ സൃഷ്ടി. സൃഷ്ടി സമയത്ത് ഭഗവാൻ ഈക്ഷിക്കുന്നു. നാലുപാടും നോക്കുമ്പോൾ സർവപ്രഥമമായ നോട്ടം പ്രാണികളുടെ കർമ്മം എവിടെവിടെ കിടക്കുന്നുവെന്നാണ്. ഓരോ പ്രാണിയും ഏത് തരത്തിലാണ് കർമ്മം ചെയ്തത്? മനസ്സ്, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ ഒക്കെ എങ്ങനെയാണ് പ്രവർത്തിച്ചത്? കർമ്മത്തോടുള്ള സമീപനം എന്തായിരുന്നു? അയാൾ എങ്ങനെയാണ് കർമ്മം ചെയ്തത്? ആ കർമ്മങ്ങളെ എടുത്താണ് സൃഷ്ടി ആരംഭിക്കുന്നത്. സൃഷ്ടി പർവ്വത്തിൽ വ്യക്തിയുടെ പ്രാണിയുടെ കർമ്മങ്ങളാണ് അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ ഭഗവാനെ എങ്ങനെ കുറ്റപ്പെടുത്തും? ജീവൻ്റെ നില ഒരിക്കലുണ്ടായി മറയുന്നില്ല. ഇവിടെ ഒരു തിരുശേഷിപ്പുണ്ട്, അത് കർമ്മം തന്നെയാണ്. ഭൂമിയിലെത്തി ജീവജാലങ്ങൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ തന്നെയാണ് അവൻ്റെ പുനർജനിക്കുള്ള ബീജം.
അനേകം ജന്മങ്ങളിലൂടെ, അനേകം ശരീരങ്ങളിലൂടെ, അനേകം ഭാവങ്ങളിലൂടെ വ്യക്തിയുടെ കർമ്മമാണ് തുടരുന്നത്. ഒരളവിൽ കർമ്മമാണ് ജന്മം. അപ്പോൾ ഇന്നു മുതൽ മാനവന് വിവരമുണ്ടായാൽ വരാനിരിക്കുന്ന ജന്മങ്ങളെ ശുദ്ധമാക്കിയെടുക്കാം. തൻ്റെ ജന്മങ്ങളെ പരിശുദ്ധിയിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായിരിക്കണം ശാസ്ത്രങ്ങൾ. അതുകൊണ്ട് സൃഷ്ടി ആരംഭത്തിൽ ഭഗവാൻ സാപേക്ഷനായാണ് സൃഷ്ടി നടത്തുന്നത്. ഭഗവാന് സൃഷ്ടിക്ക് പ്രാണികളുടെ കർമ്മം അനിവാര്യമാണ് എന്ന് ഉറപ്പിക്കുന്നു. കർമ്മമോ രണ്ടു പ്രകാരത്തിലുണ്ട്. ഒന്ന് സമഷ്ടിപൂർവക കർമ്മം, രണ്ട് വെഷ്ടികർമ്മം. സമസ്ത മനുഷ്യരെ സംബന്ധിച്ചും ഇപ്രകാരം സമഷ്ടി രൂപം ധരിക്കുന്ന സമാനാകാര കർമ്മമുണ്ട്. സമാനാകാര കർമ്മം വ്യക്തി വൈയക്തികതയെ വെടിയുന്ന മുഹൂർത്തങ്ങളുണ്ട്. കിഞ്ചിജ്ഞനായ മനുഷ്യൻ അവൻ്റെ കിഞ്ചിജ്ഞത്വം വെടിഞ്ഞ് സർവചരാചരാന്തർഭൂതമായ ജ്ഞാനത്തിൻ്റെ ആകാരം കൈക്കൊള്ളുമ്പോഴാണ് സാമൂഹിക ധർമ്മങ്ങൾ ഉടലെടുക്കുന്നത്. ആ സാമൂഹിക ധർമ്മങ്ങളിൽ നിന്ന് നോക്കുമ്പോഴാണ് ശരിതെറ്റുകൾക്ക് അർത്ഥമുണ്ടാകും. അതുകൊണ്ട് വെഷ്ടിയായി നിലകൊള്ളുമ്പോഴും സമഷ്ടിപൂർവകങ്ങളായ കർമ്മങ്ങളുണ്ട്. സമാനാകാര കർമ്മങ്ങളെന്നാണ് അവയെ പറയുക. അതിവൃഷ്ടിയും അനാവൃഷ്ടിയും ആദിയായ സമഷ്ടി കർമ്മത്തിൻ്റെ ഫലമാണ്. ഒരു കാലത്ത് ജനം സമഷ്ടിപൂർവകമായി ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് അതിവൃഷ്ടിയും അനാവൃഷ്ടിയുമെല്ലാം. ധർമ്മമാണ് പ്രജയെ ധരിക്കുന്നത്. ഭരിക്കുന്നവർ, ഭരണീയർ ഒക്കെ ദുർനടത്തിപ്പുകാരാവുകയും സമഷ്ടിധർമ്മങ്ങളിൽ വിശ്വാസമില്ലാതിരിക്കുകയും പരസ്പരം ഉപദ്രവകാരികളായി തീരുകയും ചെയ്യുമ്പോൾ അതിനെ അപേക്ഷിച്ചുള്ള സമഷ്ടി സൃഷ്ടി ഈശ്വരൻ നടത്തുന്നു. ഇങ്ങനെ പൃഥ്വിയും ജലവും തേജസ്സും വായുവും ആകാശവും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും പർവ്വതങ്ങളും നദികളും തുടങ്ങിയുള്ളവയെല്ലാം സമഷ്ടി കർമ്മത്തിൻ്റെ ഫലമായ സൃഷ്ടികളാണ്. സമഷ്ടി കർമ്മം എത്രയും ദുഷിക്കുമ്പോൾ ഇവയ്ക്കൊക്കെ വിനാശവും വരും. അതുകൊണ്ട് അവയുടെ ഉപഭോഗം സമഷ്ടി രൂപത്തിലാണ്, വെഷ്ടി രൂപത്തിലല്ല. സൂര്യപ്രകാശം എല്ലാവർക്കുമാണ്, ജലം എല്ലാവർക്കുമാണ്. സമഷ്ടിപൂർവകങ്ങളായവയെ സമഷ്ടിയുടെ അധികാരത്തിൽ നിലനിർത്തുക, അവയ്ക്ക് അതിർത്തി നിശ്ചയിക്കാതിരിക്കുക. ഇതാണ് പൂർവികർ ചെയ്തത്. അനന്തമായ ആകാശത്തിനും
വായുവിനും ജലത്തിനും പൃഥ്വിക്കുമൊക്കെ പടിപടിയായി അതിർത്തി നിശ്ചയിച്ച് നീങ്ങുകയാണ്. ആദ്യം മാനവൻ പൃഥ്വിക്കതിരുകളുണ്ടാക്കി. ആഗ്രഹത്തിനനുസരിച്ചാണ് അതിരുകൾ. താൻ മരിച്ചു പോകുമെന്ന് പോലും മറന്ന് പൃഥ്വിക്കതിരുകൾ നിശ്ചയിച്ച് എൻ്റെ എന്ന മമത നിശ്ചയിച്ചു. സമഷ്ടി ധർമ്മത്തെ അവൻ ചോദ്യം ചെയ്തു. രണ്ടാമത് ജലത്തിനവൻ അധികാരം സ്ഥാപിച്ചു. സമഷ്ടി അധികാരത്തിൽപ്പെട്ട ജലത്തെ എൻ്റേതെന്ന് അവൻ അഭിമാനിച്ചു. മൂന്നാമത് അഗ്നിയുടെ അധികാരവും അവൻ തീരുമാനിച്ചു. ഇന്ധനങ്ങളുടെയും അഗ്നിയുടെയും അധികാരം അവൻ്റെതാക്കാൻ ശ്രമിച്ചു. വായുവിൻ്റെയും ആകാശത്തിൻ്റെയും ഉടമസ്ഥതയും അധികാരവും അതിർത്തിയും അവൻ തീരുമാനിച്ചു കഴിഞ്ഞു. ശാസ്ത്ര പുരോഗതിയിലൂടെ സമഷ്ടിക്കധികാരപ്പെട്ടവ സമഷ്ടിക്കും, വെഷ്ടിക്കവകാശപ്പെട്ടവ വെഷ്ടിക്കും എന്ന ചിന്തയിലൂന്നി സമഷ്ടിധർമ്മത്തെയും വെഷ്ടിധർമ്മത്തെയും പാലിച്ച് മര്യാദാമസൃണമായി ജീവിക്കുവാനല്ല ആധുനിക മാനവൻ ഒരുങ്ങിയത്. അതിൻ്റെ പരിണാമം അവൻ അനുഭവിക്കുന്നതും അനുഭവിക്കാനിരിക്കുന്നതുമായ ആയിരം ദുർദശകളാണ്. അതുകൊണ്ട് സമഷ്ടിഗതമായതിനെ സമഷ്ടിഗതമായും, പർവ്വതങ്ങളും നദികളും ഒക്കെ സമഷ്ടികർമ്മത്തിൻ്റെ ഫലമാണ്. അതുകൊണ്ട് അവയുടെ ഉപഭോഗവും സമഷ്ടി തലത്തിലാണ് ചെയ്യേണ്ടത്. രണ്ടാമത് വെഷ്ടികർമ്മമാണ്. വെഷ്ടികർമ്മം കൊണ്ടാണ് നമ്മുടെ ജന്മമുണ്ടായത്. കർമ്മമുണ്ടായതും വെഷ്ടിധർമ്മത്തിനെ ആസ്പദമാക്കി. അതുകൊണ്ട് വീട്, ധനം, ഭാര്യ, പുത്രന്മാർ എല്ലാം പ്രാപ്തമായി. അതെല്ലാം വെഷ്ടികർമ്മത്തിൻ്റെ പരിണാമമാണ്. സമഷ്ടി വെഷ്ടി എന്നിങ്ങനെ സാമാന്യ ശബ്ദപ്രയോഗം മാത്രമാണ്. വെഷ്ടി എന്ന് നാം പറയുന്നതിലും കൂടി പലപ്പോഴും സമഷ്ടി വരുന്നുണ്ട്. അതുപോലെ സമഷ്ടിയിലും വെഷ്ടിത വരുന്നുണ്ട്. എങ്ങനെയെന്നാൽ ഒരാൾക്ക് പുത്രനുണ്ടായാൽ അത് അയാളുടെ വെഷ്ടികർമ്മം ആണ്. ഒരു പുത്രൻ്റെ ജനനം വെഷ്ടികർമ്മമാണ്. എന്നാൽ പുത്രൻ്റെയും കൂടി കർമ്മമുണ്ട്. അതുകൊണ്ടാണ് അവൻ അയാളുടെ പുത്രനായത്. അതുപോലെ സൂര്യചന്ദ്രാദി സമഷ്ടികർമ്മഫലമാണ് സൂര്യതാപം കൊണ്ട് ചിലർക്ക് സുഖവും ചിലർക്ക് ദുഃഖവും വരുന്നത്. അപ്പോൾ വെഷ്ടിയിൽ സമഷ്ടിയും സമഷ്ടിയിൽ വെഷ്ടിയും കലർന്നിരിക്കുന്നു. അതതിൻ്റെ വെഷ്ടിപ്രയുക്ത കർമ്മമാണ്. ഇത് സമഷ്ടി വെഷ്ടി വിചാരമാണ്. അതിൽ സമഷ്ടിയുടെ അർത്ഥം പറഞ്ഞു. സമാനാകാര സർവകൃത കർമ്മം. സമാനാകാരത്തിലുള്ള സർവകൃതമായ കർമ്മമാണ് സമഷ്ടികർമ്മം. എന്നാൽ ഇങ്ങനൊരു കർമ്മമുണ്ട്. അത് വെഷ്ടി ചെയ്യുന്നു, എന്നാൽ സമഷ്ടി ഉളവാക്കുന്നു. അതേത് കർമ്മമാണ്? ഒരു വ്യക്തി ചെയ്യുന്നു, സമഷ്ടി പര്യന്തം അത് വികസിച്ചുണ്ടാകും.
അതാണ് കർമ്മയോഗം അഥവാ നിഷ്കാമകർമ്മം. വെട്ടി ചെയ്യുന്നതും ഫലം സമഷ്ടിയിൽ അർപ്പിതമായതുമാണ് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മമെന്ന് പറഞ്ഞാൽ യാതൊരാഗ്രഹവുമില്ലാതെ സമഷ്ടി തലത്തിൽ ആവശ്യമായി. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കർമ്മങ്ങളെല്ലാം നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തമവാപ്തവ്യം വർത്ത ഏവച കർമ്മണി. അങ്ങനെ ചെയ്യാനായാൽ അത് വലിയ നേട്ടമാണ്. വ്യക്തി ചെയ്യുകയും സമഷ്ടി ഉണ്ടാവുകയും ചെയ്യുക, ഇത് നിഷ്കാമകർമ്മമാണ്. ഈശ്വരാർത്ഥ കർമ്മം നിങ്ങൾ കർമ്മം ചെയ്യുന്നു, അത് ഈശ്വരന് സമർപ്പിക്കുന്നു. എങ്കിലത് സൃഷ്ടിഭാവത്തെ ഉപേക്ഷിച്ച് അത് വെഷ്ടിഭാവം വെടിഞ്ഞ് സമഷ്ടിഭാവത്തെ പ്രാപിക്കും. വ്യക്തിഗത രൂപത്തിൽ ധനം സമ്പാദിച്ചു, എന്നിട്ടത് പ്രധാനമന്ത്രിയുടെ ഫണ്ടിൽ സമർപ്പിച്ചാൽ വ്യഷ്ടിഭാവത്തിൽ നിന്ന് സമഷ്ടിഭാവത്തിലേക്ക് വികസിക്കും. അങ്ങനെ കർമ്മം ചെയ്ത് ഈശ്വരന് സമർപ്പിച്ചാൽ അത് സഹകാരി ഖജാനയിൽ നിക്ഷേപമാവും. സൽക്കർമ്മങ്ങൾ നിരന്തരം ചെയ്ത് ഫലം ആഗ്രഹിക്കാതെ ഫലേച്ഛയില്ലാതെ ഈശ്വരാർപ്പണ ബുദ്ധ്യാ ജീവിക്കുമ്പോൾ അതിൻ്റെ ഉപയോഗമെല്ലാം സമഷ്ടിക്ക് വേണ്ടിയാണ്. അങ്ങനെ ചെയ്യുന്നതെല്ലാം ഈശ്വരാർത്ഥ കർമ്മമാണ്. ലൗകിക കർമ്മങ്ങളിൽ അധികാര പരിത്യാഗവും പരമാധികാര സമ്പാദനവും നാം കഴിഞ്ഞ ശ്ലോകത്തിലെ വൃക്ഷദൃഷ്ടാന്തത്തിൽ നിന്ന് വിശദമാക്കിയതാണ്. ഒരാൾ ഒരു തോട്ടമുണ്ടാക്കി മരം വച്ച് പിടിപ്പിച്ച് ഫലമുണ്ടായി സർവർക്കുമായി പങ്കുവച്ചു, സർവരും അനുഭവിക്കുന്നു, അയാളും അനുഭവിക്കുന്നു. അത് സമഷ്ടിപൂർവക കർമ്മമാണ്. അപ്പോൾ കർമ്മങ്ങളിൽ തൻ്റെ അധികാര പരിത്യാഗം, അതിൻ്റെ ഫലത്തിൽ തനിക്ക് അധികാരമില്ല എന്ന് ഉറപ്പ്, സമഷ്ടി അധികാര സമ്പാദനം, സകലർക്കുമായി അധികാരം പങ്കുവച്ചു കൊടുക്കുക, ഇത് ഈശ്വരാർപ്പണ ബുദ്ധിയിലുണ്ടാവും. അപ്പോൾ ഈശ്വരാർപ്പണ ബുദ്ധിയാ താങ്കൾ സ്വത്വം പരിത്യജിച്ചു, സ്വസ്വത്വ നിവൃത്തി. അപ്പോൾ അത് ഈശ്വര സ്വത്വമായി. അപ്പോൾ സമഷ്ടി അർത്ഥം അത് വിനിയുക്തമായിത്തീരും. ഇപ്രകാരം സമർപ്പിച്ചാൽ കർമ്മം ഈശ്വരാർത്ഥമാകുമോ? അവശ്യം തന്നെ നിങ്ങൾ കർമ്മം ചെയ്ത് ഏതെങ്കിലും മനുഷ്യർക്ക് നൽകിയാൽ അതിതല്ല. മനുഷ്യനിൽ അത് ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യമില്ല. ഈശ്വരന് നിങ്ങളുടെ കർമ്മത്തിൻ്റെ ആവശ്യവും സൃഷ്ടിയർത്ഥമാണ്, വേറെ ആവശ്യമില്ല. മാത്രമല്ല ഈശ്വരൻ കർമ്മം ഗ്രഹിക്കുന്നതിനുള്ള സാമർഥ്യവും ഉള്ളവനാണ്. ഇത്തരത്തിൽ ഈശ്വരാർപ്പണ ബുദ്ധിയ കർമ്മങ്ങളെ ചെയ്ത് സമഷ്ടിപൂർവകമായി സമർപ്പിച്ച് സ്വയം കർമ്മയോഗനിഷ്ഠനായി ജീവിക്കുന്നതിനുള്ള സന്ദേശത്തെ നമുക്കു വേണ്ടി അർജുനനെ മുൻനിർത്തി ഉപദേശിച്ച പരമാചാര്യനായ പരമ്പൊരുളായ
ഭഗവാൻ ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ പാദകമലങ്ങളിൽ നമുക്ക് ഭക്തിപ്രസയപൂർവം പ്രണമിക്കാം.